ഹെവൻ വേ ട്രാവലിക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമുക്ക് കോട്ട ഫുള്ളായിട്ട് നമുക്ക് കണ്ടാലോ. ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത് വെട്ടുകല്ലും അതുപോലെ കരിങ്കല്ലാണ്. ഇത് ഹൈറ്റിലേക്ക് ചുമര് പോലെ നിൽക്കണല്ലേ. കണ്ണ പോലെ കേട്ടോ, നല്ല ഹൈറ്റിന് ടേസ്റ്റ് എപ്പോഴും ആ കാണുന്നതാണ് കേട്ടോ കൊട്ടാരം. ഇവിടെ ഫോട്ടോഷൂട്ട് എടുക്കാനൊക്കെ കല്യാണ പാർട്ടിക്കാരാണ് ഇവിടെ വരുന്നത്. ഇപ്പം തന്നെ 2-3 പാർട്ടിക്കാർ അവിടെ ഇവിടേക്ക് വരുന്നിട്ടൊക്കെ ഫോട്ടോഷൂട്ട് എടുക്കുന്നത്. നമ്മുടെ പാലക്കാട് മേഖല മധ്യത്തിലുണ്ട് സുൽത്താൻകോട്ടയുടെ ഉള്ളിൽ ഈ രാജകൊട്ടാരത്തിന് അവിടെ ഇവിടേക്കായിട്ട് നടക്കുമ്പോഴേക്കും വേറെ ഒന്നുമല്ല, റിലാക്സ്ഡ് ആണ്. നല്ല ഫ്രീ മൈൻഡായിട്ട് നമുക്ക് നടക്കാൻ പറ്റും. കാരണം ഇത്രയും വലിയ നഗര മധ്യത്തിൽ ഒരു സൈലൻ്റ് ആയിട്ടൊരു ഏരിയ ഉണ്ടെങ്കിൽ സുൽത്താൻകോട്ടയാണ്. ഇഷ്ടം പോലെ ചെടിയാണ് കേട്ടോ. ഇതിപ്പോൾ ബുഷാണ് വെച്ചിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ബുഷ് തന്നെയാണ് ഫ്രണ്ടിൽ ഭംഗിക്ക് നിർത്തം കെട്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മുടെ രാജകൊട്ടാരത്തിലും ഫ്രണ്ടിലൊക്കെ ബുഷാണ് വെച്ചിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ ഫുള്ള് ചെടികളും മരത്തൊരു ഭംഗി നോക്കി, എന്തൊരു ഭംഗിയല്ല അങ്ങനെ കാണാനായിട്ട്. നല്ല വർഷപ്പഴക്കമുള്ള മാവുകൾ മരങ്ങളായിട്ട് ഇവിടെ ഉള്ളത്. ഈ മാവ് നോക്കി വയ്ക്കുക നിങ്ങൾ, വണ്ടം മാവാണ് കേട്ടോ. അതിൻ്റെ ഒരു ചില്ല ചെരിഞ്ഞ് വീണിട്ട് നേരെ അപ്പുറത്തേക്ക് വീണ്ടും വലിയൊരു മരമായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. കണ്ടോ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ആൾക്കാരൊക്കെ വന്നിരിക്കാനായിട്ട് കണ്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നല്ല സൈലൻ്റ് ഏരിയ ആണ്, നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. വേസ്റ്റ് കത്തിക്കാൻ ഇടുന്ന സംഭവം കണ്ടാലേ, പണ്ട് കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച കാര്യങ്ങൾ. ഇതെന്താണ് ഈ ഏരിയയിൽ കാണുന്നത് മനസ്സിലാവില്ല. ശരിക്കും ഒരു ജയിലറ പോലെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതിന് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾക്കറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഭാഗത്തൊക്കെ നിറച്ച് മരങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് കണ്ടോ. ഓക്കെ, നിങ്ങൾ കരിഞ്ഞല്ലാണ്ട് സ്റ്റെപ്പിലൊക്കെ കാണുന്നത് നിങ്ങളെ കാണാനായിട്ട് സംഭവം തന്നെ കേട്ടോ. ഈ രാജകൊട്ടാരത്തിന് ചുറ്റും നമ്മുടെ സുൽത്താൻകോട്ടയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഫുള്ളായിട്ട് സുൽത്താൻകോട്ടയാണ്. ഫുള്ള് റൗണ്ടായിട്ട് നിൽക്കണം കേട്ടോ. ഏറ്റവും വലിയ ഭംഗിയ തന്നെയാണ്. സന്ധ്യ അവൻ്റെ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ സൂര്യൻ ചേട്ടൻ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി സ്ഥലമാണ് ഫോട്ടോ എടുക്കാനൊക്കെ, സൂപ്പർ സ്ഥലങ്ങളെ കാണാൻ. അതല്ല വഴി, ഇതല്ല വഴി, ഇതല്ല വഴി. ഞാൻ അവിടുത്തെ പോലെ ആവും ഇതുപോലെ. ഓക്കെ, എന്തോരം ചെടികളും അതേപോലെ വലിയ മരങ്ങളൊക്കെ കണ്ട, നല്ല പഴക്കമുള്ള മരങ്ങളാണ് കേട്ടോ. അതൊക്കെ കണ്ട സ്റ്റെപ്പൊക്കെ കണ്ട, കരിങ്കല്ലിൻ്റെ സ്റ്റെപ്പായിട്ടാ ചെത്തി മിനിക്ക് നല്ല ഷേപ്പിൽ അങ്ങോട്ട് പണിതിരിക്കണ കണ്ടല്ലേ. നമ്മുടെ കോട്ട ഇങ്ങനെ നീണ്ട നിവർന്നിങ്ങനെ കിടക്കട്ടോ. കോട്ട നടന്ന് വയ്യാണ്ടായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു സംഭവം എന്താ വേണ്ടി നോക്കാൻ പോകട്ടോ. എല്ലാവരും അതിൻ്റെ മുകളിൽ കയറി നോക്കണ്ടല്ലോ സംഭവം, നമുക്ക് നോക്കട്ടോ. ഞാൻ ഓരോ സ്ഥലത്ത് കയറുമ്പോൾ ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് എനിക്ക് നോക്കാൻ തോന്നി. പക്ഷേ ഞാൻ മനസ്സിനോട്ട് വേറെ വർത്താനം പറഞ്ഞ് ഞാൻ അങ്ങനെ പോവാണ്. പിന്നെ ഞാൻ നോക്കിയില്ല. ഇതിപ്പോൾ നമുക്ക് നോക്കട്ടോ എന്താ സംഭവങ്ങൾ. എന്താ വെച്ചോട്ട് കെട്ടി വെച്ചിട്ടുണ്ടോ, നമുക്ക് തുറക്കാൻ പറ്റണില്ല. കയ്യും കടത്തല്ലോ. അപ്പോൾ മൊബൈൽ തെറ്റിച്ച് നോക്കിയേ നിങ്ങൾ കച്ചറാക്കി എത്തിപ്പിക്കുന്നത്. എന്തിനാണ് അങ്ങനെ അത്രയും വൃത്തികേടാക്കി വരുന്നല്ലേ. വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് അതൊക്കെ. വേസ്റ്റ് ബോക്സ് കിട്ടാൻ വേണ്ടിയായിരുന്നു ചെയ്യാം. എല്ലാവരും ഒന്ന് എത്തിച്ച് നോക്കി പോകണം. എന്താ സംഭവം മനസ്സിലാവുന്നില്ല. ഫുള്ളും കോട്ടയും ഒന്നും നോക്കാനില്ല. നമ്മുടെ ഈ കോട്ട മാത്രമേ കാണുള്ളൂ. അതേപോലെ കിടക്കുന്നത് ചൈനയുടെ വൻമതിൽ പോലെ അങ്ങനെ ലോങ്ങായിട്ട് കിടക്കുകയാണ് സംഭവം. ഇതെന്താ സംഭവം നോക്കട്ടെ നമുക്ക്. എന്നിട്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. ദൈവമേ പേടിയില്ല കേട്ടോ.
അവിടെ ചെറുതായിട്ട് വിട്ടിട്ട് വെക്കണ സംഭവം വലിയ ധൈര്യമൊന്നുമില്ല, കാരണം സൂക്ഷിച്ച് വേണം, പിടിക്കാനായിട്ട് പറ്റുന്നില്ല. ആകുമ്പോൾ ഇവിടെ ഒന്നും നോക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കോട്ടയുടെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണാട്ടോ. കണ്ടോ, എല്ലാം അടിപൊളിയായിട്ട് കാണാം. സൂക്ഷിച്ച് കേട്ടോ, പിടിച്ച നാളെ കൈവരി പോലും ഇല്ല കേട്ടോ. സൂക്ഷിച്ച് ഇറങ്ങണ വേണമല്ലോ, ഞാൻ കഴിഞ്ഞിട്ട് കൊണ്ട് തലടിച്ച് വീഴുന്നത് പോയല്ലേ. അവർക്ക് സൂക്ഷിച്ചിറങ്ങണം, ആര് വരികയായാലും സൂക്ഷിച്ചിറങ്ങാം കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് വീണ്ടും നമ്മൾ ഇങ്ങനെ റൗണ്ട് എത്തിക്കണ്ടേ. വീണ്ടും നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിറച്ച് കാടുമാതിരി തന്നെ കാണട്ടെ. പറമ്പ് ഫുള്ള് മരങ്ങളാണ്. ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, അതിനൊന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഞങ്ങൾ ഈ വലിയ മരം എന്തൊട്ടപ്പോൾ മരം കാണണേ, അതിൻ്റെ വേരുകളൊക്കെ കണ്ട ആ ഒരു കുഞ്ഞ് പേര മുഴുവൻ നശിച്ചു. ഈ മരത്തിൻ്റെ വേരൊക്കെ വന്ന് കയറിയിട്ട് ഫുള്ള ചെറിയ വീട് ഫുള്ളാകപ്പാടെ നശിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ മരം വന്നിരിക്കുന്നത്. മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്തിരുന്നെങ്കിൽ ഇതൊക്കെ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് നിന്നേനെ ഉണ്ടാവില്ല. മെയിൻ്റനൻസ് വർക്കൊന്നും ചെയ്യണില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അതൊരു എന്താണെന്ന് അറിയില്ല, പക്ഷെ ഒന്നും കൂടി ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ വരും തലമുറയ്ക്കും കൂടിയും അത് ഉപകാരപ്പെടും. ഇതൊക്കെ ബ്രിട്ടീഷുകാർ വന്നിട്ടുള്ളതാണ്, അപ്പോൾ അത് കണ്ടാലറിയാലോ. മുകളിൽ കണ്ട ടെറസിൻ്റെ മുകളിൽ കണ്ട മണ്ണിഷ്ടി കണ്ടിട്ട് വിരിച്ചിരിക്കുന്നത്, കാരണം ചൂടിറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ. മണ്ണും കിണറാട്ടോ, അടുക്കളയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അന്ന് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന അടുക്കള ഭാഗം തോന്നുന്നുണ്ട്. കണ്ട ആ ഭാഗത്തുനിന്നാട്ടോ നമ്മൾ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി നടന്ന് ഈ ഭാഗത്ത് വെച്ച് അവസാനിച്ചു കേട്ടോ. നടങ്ങനെ കാലൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ട്. അപ്പം ഞങ്ങൾ എവിടെയെങ്കിലും കുറച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ഞങ്ങൾ നോക്കാട്ടോ. അങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് നോക്കി വന്നപ്പോഴാട്ടോ ചെറിയ ഭാഗങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കണ്ടു, അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഡോറും മറ്റു ചെല്ലാണ് കരകളൊക്കെയാണ്. മെയിൻ്റനൻസ് വർക്ക് ഇവിടെ ചെയ്യാറില്ല കേട്ടോ. അതിൻ്റെ ഉള്ളൊരു ഓപ്പക്കേട് ഫുള്ള് ഇവിടെ കാണാണ്ട് കേട്ടോ. അവിടെ ഇതുപോലെ തോന്നാലോ ഈ സംഭവം കാണുമ്പോൾ. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും കാണാണ്ടേ. ഇതൊക്കെ സംഭവമൊക്കെ മാറി ഒന്നും കൂടി മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഇച്ചിരി കാലം കൂടി നിൽക്കട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെ അടുത്ത മഴയൊക്കെ വരുമ്പോൾ ഒക്കെ വീണ് പോകും. ഇതെന്താ സംഭവം നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണേ. ഞങ്ങൾ നടന്ന് ഞങ്ങൾക്കൊരു വീട്ടായി. നടന്നില്ല എന്ന് പറയില്ല, തുടങ്ങിയെന്നറിയും. അങ്ങനെ ഞങ്ങളുടെ കാലുകൾ തളർന്നു പോയി. കാലത്ത് വരുമ്പോ നമ്മള് ബസ്സിലല്ല വരുന്നത്. ബസ്സിൽ വന്നിട്ട് നമ്മൾ ഇറങ്ങി. നമുക്ക് ശരിക്കും ഈ നാടിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ നമുക്ക് കുറച്ചൊരു കപ്പ് ഹോട്ടലുണ്ട്.
എന്നാലും നമ്മളെല്ലാ സ്ഥലത്തേക്ക് എത്തി എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മുടെ സുൽത്താൻകോട്ട നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ട്ടോ. എല്ലാവരും വന്ന് മീറ്റിംഗ് പോകുന്ന സമയം ആമകളെ നോക്കി ഇത് പറ്റി മീൻ കിട്ടില്ലല്ലോ. വെള്ളം വെച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ സംഗതിയും ചെയ്തോളൂ. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഞങ്ങൾ 7 മണിയായിട്ട് അവിടെ നിന്ന്